ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളിന്ന് ഫുഡ് കഴിക്കാൻ വന്നേക്കുന്നത് കിസേസ് ഇൻഡസ്ട്രിയലിയ 1-ലുള്ള അഫ്ഗാൻ റെസ്റ്റോറൻറ്റിലാണ്. നമ്മൾ എന്നും ഇന്ത്യൻ ഫുഡല്ലേ കഴിക്കുന്നത്. അപ്പോൾ ഇന്നൊരു വെറൈറ്റിക്ക് നമ്മൾ അഫ്ഗാൻ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്കൊന്ന് കഴിച്ചു നോക്കാം. നമ്മൾ അഫ്ഗാൻ ഫുഡ് എന്താണെന്ന് നോക്കാൻ പോവാണ്. നമ്മൾ സാധാ ഫുഡ് പോലല്ല, നല്ല വെറൈറ്റി സാധനമാണ്. എന്തായാലും നോക്കിയിട്ട് വരാം. അപ്പോൾ നമ്മളിന്ന് 6 പേർക്കുള്ള ഒരു കോംബോയാണ് ഓർഡർ ചെയ്തേക്കുന്നത്. 220 ദിർഹംസാണ് ഇവർ പറഞ്ഞേക്കുന്നത്. പിന്നെ ഞങ്ങളും സാധനം ഫസ്റ്റ് ടൈമാണ് അഫ്ഗാൻ ഫുഡ് കഴിക്കാനായിട്ട് വരുന്നത്. അപ്പോൾ സാധനം വരട്ടെ, വന്നിട്ട് ഞങ്ങൾ നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് പറയാം കേട്ടോ. ഈ അഫ്ഗാൻ ഫുഡ് ഇന്ന് കഴിക്കാൻ വരാൻ കാരണം എന്താ? ഓക്കെ, ജാഫറെ ഫസ്റ്റ് ടൈമാണോ അഫ്ഗാൻ ഫുഡ് കഴിക്കുന്നത്? ഇവിടെ ഫസ്റ്റ് ടൈം അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അരുണ, ഇതിനു മുമ്പ് അഫ്ഗാൻ ഫുഡ് എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടോ? ഇത് ആദ്യമായിട്ടാണ് അല്ലേ? ഓക്കെ, അപ്പോൾ കഴിച്ചു കഴിഞ്ഞിട്ട് പറയണേ. സൂപ്പ് കേട്ടോ, സൂപ്പ് ആദ്യം വന്നേക്കുന്നത് സൂപ്പാണ്. സൂപ്പ് ജാഫറെ, സൂപ്പ് എങ്ങനെയുണ്ട്? സൂപ്പ് മനാഫ് ഉണ്ടല്ലേ? അരുണേ, സൂപ്പ് വെറൈറ്റി അല്ലേ? അഷർഫിക്ക, സൂപ്പ് ആണല്ലേ? നല്ല കട്ടിയുള്ള സൂപ്പ് കേട്ടോ. മിന്റി ചട്നിയോ? വെറൈറ്റി സാധനം അല്ലേ? അതെന്തുവാ? ടൊമാറ്റോ ചട്നി. ഓക്കെ. എന്തുവാ മനാഫ് ഇത്? എങ്ങനെയുണ്ട് സാധനം? ഒന്ന് കട്ട് ചെയ്തേ. ആണല്ലേ? ഇതാണ് നമ്മൾ ഓർഡർ ചെയ്ത സാധനം. ഫാമിലി മിൽസ് എന്ന് അറിയപ്പെടുന്നത് കേട്ടോ. അഫ്ഗാൻ്റെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. പക്ഷേ 220 ദിർഹംസ് എൻ്റെ നോട്ടത്തിൽ അത്ര കൂടുതലല്ല കേട്ടോ. കുറേയേറെ ഐറ്റങ്ങളുണ്ട്. 6 പേര് കൂടുതൽ കഴിക്കാനുള്ള സാധനങ്ങളുണ്ട്. വാവ്, ഒരു സ്പെഷ്യൽ പരിപാടിയാണ്. അഫ്ഗാൻ സ്പെഷ്യൽ പരിപാടിയാണ് കേട്ടോ. തള്ളി താഴെയിടല്ലേ? എന്താണ് അങ്ങനെ ചിക്കനുമായിട്ട് കിടന്ന് പിടിപാടായി. അവിടെ തീ കത്തുന്നൊന്നും ഇവിടെ നോക്കുന്നില്ല. ഇവിടെ പരിപാടി തുടങ്ങി കഴിഞ്ഞ്. പരിഷ്കാരി സ്പൂൺ കൊണ്ട് കഴിക്കുന്നു. എന്തെന്നറിഞ്ഞിട്ടാ പിടിച്ചു വലിക്കണ? ചിക്കൻ 60-70. അതിൻ്റെ അകത്ത് വല്ലതും ഉണ്ടോ ഈ മനാഫെ? ഇതിന്റെ ഉള്ളിലുള്ള കഴി അവൻ്റെ അടി ഇത് എത്ര പേർക്കുള്ള ഇപ്പം പ്ലേറ്റ് ഇരിക്കുന്നേ? 4 ആൾക്കുള്ളത്. അപ്പൊ ഇത് കഴിക്കണ്ടേ? ഇതെല്ലാം എവിടോട്ടാവോ? ഇത്രയും ഫുഡ് കൊണ്ടുവച്ചപ്പോൾ ഇതൊക്കെ ആര് കഴിക്കുമെന്നൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ ആ സംശയം വെറും സംശയമായി മാത്രം മാറി. ഇടയ്ക്ക് താഴോട്ടൊക്കെ നോക്ക്. ശ്വാസം വിട്. എന്ത് കൊണ്ടുവന്നാലും സാധനം തീരാത്ത പ്രശ്നമില്ല അല്ലേ?